വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ പ്രത്യേകമായി മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് വത്തിക്കാൻ വോയിസ്. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ പരിശുദ്ധ പിതാവ് ആശുപത്രിയിൽ നിന്ന് ക്ഷീണിതനായി ന്യൂമോണിയ ബാധിച്ച് കിടന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പുതിയ കർദിനാളന്മാരെ നിയമിച്ച അവസരത്തിൽ അവരോട് പറഞ്ഞ സന്ദേശമാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, അത് വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ്. സഭയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണല്ലോ കർദിനാളന്മാർ. രാജകുമാരന്മാർ എന്ന പേരിലാണ് അവർ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ക്രൂശിതനായ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ രാജകുമാരന്മാരാണ് അവരെന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ്. പരിശുദ്ധ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് അവരോടും പങ്കുവെച്ചത്. ആശ്ചര്യപ്പെടാനുള്ള, അതിശയം കൊള്ളാനുള്ള ഒരു കഴിവാണ് ആത്മീയ ജീവിതത്തിൻ്റെ തെർമോമീറ്റർ എന്ന സന്ദേശമാണ് മുഖ്യമായും മാർപ്പാപ്പ അവരോട് പറഞ്ഞത്. മുതിർന്ന ആളുകളാണ്, പ്രായം ചെന്നവരാണ്. അവർക്ക് കുഞ്ഞുങ്ങളെപ്പോലെ, ശിശുക്കളെപ്പോലെ അതിശയം കൊള്ളാനായിട്ട് സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. മാർപ്പാപ്പ അവരോട് പറഞ്ഞു, സഭയിൽ പ്രേക്ഷിതനായിരിക്കുക. ഒരു പ്രത്യേക രീതിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് കർദിനാളന്മാർ. അതിൻ്റെ അർത്ഥമാണ് മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ കുർബാന മധ്യേ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാളന്മാർ, ആ കർദിനാൾ സംഘം മുഴുവനും കൂടി ഉള്ള ആ സമ്മേളനത്തിൽ പറഞ്ഞത്, ദൈവപദ്ധതിക്ക് മുന്നിൽ അതിശയം കൂറുന്നവനാണ് പ്രേക്ഷിതൻ. ആ ചൈതന്യത്തിൽ സഭയെ തീവ്രമായി സ്നേഹിക്കുന്നവനാണ് അദ്ദേഹം. പരിശുദ്ധാത്മാവ് എവിടേക്കാണോ, എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്, ആ ശുശ്രൂഷയ്ക്കായി നിലകൊള്ളുകയും ചെയ്യുന്നവനാണ് പ്രേക്ഷിതൻ എന്ന സന്ദേശമാണ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. അന്നത്തെ വായനയെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിശയപ്പെടാനുള്ള സഹായിക്കുന്ന 2 വായനകളാണ് അന്ന് നടത്തിയത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് മുന്നിൽ പൗലോസ് അത്ഭുതപ്പെടുന്നത്, അതിശയപ്പെടുന്ന കാര്യം, എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വചനങ്ങളെ ആണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശിഷ്യന്മാർ, അവിടെ വിശുദ്ധ മത്തായിയുമുണ്ട്, കാരണം മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്ഥാനം ചെയ്ത ക്രിസ്തു പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതിൽ അത്ഭുതം കൂറുന്ന ശിഷ്യന്മാരുടെ കാര്യങ്ങളാണ്. അങ്ങനെ അതായിരുന്നു വായന. അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് സുവിശേഷമായി നൽകപ്പെട്ടത്. അപ്പോൾ 2 അതിശയങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ കർദിനാളന്മാരോട് മാർപ്പാപ്പ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അതിശക്തമായി വീശുന്ന ഈ 2 മേഖലകളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തുടങ്ങുന്നത്. അങ്ങനെ ഈ ആഘോഷം എന്ന് പറയുമ്പോൾ ദിവ്യബലി അർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുന്ന ഈ നിമിഷത്തിൽ കർദിനാളന്മാരുടെ ഈ അസംബ്ലിയിൽ നമുക്ക് സകല ജനതകളിലും കർത്താവിൻ്റെ അതിശയം, കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കാൻ നമുക്ക്
കൂടുതൽ തയ്യാറാകാം എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ സ്തുതിഗീതം ആണ് നമ്മൾ കാണുന്നത്. ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ സ്തുതിഗീതം പിറവിയെടുക്കുന്നത് എന്ന് പാപ്പ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ച ദൃശ്യത്തിൽ നാം അതിശയം കൂറുന്നത് പോലെ നമുക്കറിയാം, മനോഹരമായ പ്രകൃതി നമ്മുടെ മനസ്സിൽ എന്തുമാത്രം അത്ഭുതം ജനിപ്പിക്കുന്നുണ്ട്. നമ്മളെ പിക്നിക്കിനോ തീർത്ഥാടനത്തിനോ ഒക്കെ പോകുമ്പോൾ കണ്ടുമുട്ടുന്ന പ്രദേശങ്ങൾ, നമ്മുടെ പരിസ്ഥിതികൾ നമ്മളിൽ ജനിപ്പിക്കുന്ന അത്ഭുതം. അതുപോലെ മാർപ്പാപ്പ പറയുകയാണ്, രക്ഷാകര ചരിത്രം ചിന്തിക്കുമ്പോഴും നമ്മൾ അതിശയം കൊണ്ട് നിറയുകയാണ്. ദൈവം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണതെല്ലാം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഗുരുത്വാകർഷണത്തിൻ്റെ അദൃശ്യ ശക്തിയാൽ ചലിക്കുകയോ നിശ്ചലമായി നിൽക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ വസ്തുക്കളെല്ലാം എല്ലാ കാലങ്ങളിലും അതിൻ്റെ ആദി, സ്ഥിതി, അന്ത്യം, ലക്ഷ്യം എന്നിവ ക്രിസ്തുവിൽ സ്ഥാപിതമായിരിക്കണമെന്ന ദൈവിക പദ്ധതി പ്രകാരമാണ് അത് നടക്കുന്നത് എന്ന് പൗലോസ് അത്ഭുതത്തോടെ പറയുന്ന വാക്കുകളാണ് ഈ സ്തുതിഗീതത്തിൽ ഉള്ളത്. പൗലോസ് സ്തുതിഗീതത്തിലുള്ള ആ വിവരണം എടുത്തു പറയുന്നു. ക്രിസ്തുവിൽ സ്ഥാപിതമായിരിക്കുന്നു, എല്ലാം ക്രിസ്തുവിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. രക്ഷാകര ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തെയും താങ്ങി നിർത്തുന്ന അടിസ്ഥാനമാണത്. ക്രിസ്തുവാണ് അതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ലോകം സൃഷ്ടിക്കപ്പെടും മുമ്പേ നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹീതരാണ് എന്ന് ഇവിടെ നമ്മൾ വായിക്കുകയാണ്. അവനിൽ നാം വിളിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തുവിലാണ്. സർവസൃഷ്ടിയും അവനിൽ ഐക്യത്തിലേക്ക് പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തുള്ളവരും അകലെയുള്ളവരും ആദ്യമുള്ളവരും അവസാനമുള്ളവരും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവമഹത്വം പ്രകീർത്തിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇതാണ് അത്ഭുതത്തോടെ പൗലോസ് ശ്ലീഹ എഴുതുന്നത് ഈ സ്തുതിഗീതത്തിൽ. ഈ പദ്ധതിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ദൈവത്തെ പുകഴ്ത്തേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ദൈവം ചെയ്തതെല്ലാം അംഗീകരിച്ചുകൊണ്ട് പുകഴ്ച, സ്തുതി, ആരാധന, കൃതജ്ഞത ഇത് നാം ദൈവത്തിന് സമർപ്പിക്കണം. അതിശയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുകഴ്ചയാണ്. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു ശീലമുണ്ടല്ലോ, ഒരു ശീലത്തിൽ നിന്നല്ല. അങ്ങനെ അതൊരു നിർബന്ധിതമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് അതിശയത്തിൽ വേരൂന്നി നിൽക്കുകയും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും അടിസ്ഥാന മനോഭാവത്താൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുകഴ്ചയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കർദിനാളന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ തരത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും അതിശയപ്പെടാനും സാധിക്കണം. പ്രിയ കർദിനാൾ സഹോദരന്മാരെ, മാർപ്പാപ്പ അഭിസംബോധന അവരെ ചെയ്തു. മെത്രാന്മാരെ അവരെ ഉണ്ടല്ലോ, വലിയ ഒരു സമൂഹം ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുരോഹിതരെ, അഭിഷിക്ത വ്യക്തികളെ, ദൈവജനങ്ങളെ എല്ലാവരോടുമായിട്ട് മാർപ്പാപ്പ പറയുകയാണ്, നമ്മോട് ഓരോരുത്തരോടും ഞാൻ ഈ സമയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ അതിശയം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിശയപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇടയ്ക്കെങ്കിലും നിങ്ങൾ അതിശയം കൂറുന്നുണ്ടോ? എപ്പോഴും ഇല്ലെങ്കിലും അതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതോ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ മറന്നുപോയോ? ഇങ്ങനെ അതിശയപ്പെടേണ്ട കാര്യം നിങ്ങൾക്ക് മറന്നുപോയോ? ജീവിതത്തിലില്ലേ എന്നൊരു ചോദ്യമാണ് മാർപ്പാപ്പ ചോദിക്കുന്നത്. പൗലോസിൻ്റെ ഈ സ്തുതിഗീതത്തിൻ്റെ മേഖലയിലേക്ക് നമുക്കിപ്പോൾ കടക്കാവുന്ന
അതിശയത്തിൻ്റെ അന്തരീക്ഷം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ തുടരുകയാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന തീവ്രവും ഹ്രസ്വമായ വിവരണത്തിലേക്ക് നാം പ്രവേശിച്ചാൽ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം, പ്രേക്ഷിത ദൗത്യമാണത്. ശിഷ്യന്മാരോടൊപ്പം അവിടുന്ന് ഗലീലിലേക്ക് പോവുക എന്ന് പറയുന്നുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്, സ്ത്രീകൾ വഴിയാണ് ആവശ്യപ്പെട്ടത്, ഗലീലിലേക്ക് പോകാൻ. ആ വിളിക്ക് അവർ ഉത്തരം നൽകി. അങ്ങനെ നൽകിയാൽ മാർപ്പാപ്പ പറയുകയാണ്, നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രത്യേക ചരിത്രത്തിൽ, ഓരോ വ്യക്തിക്കും അവൻ്റെ ചരിത്രത്തിൽ, ജീവിതത്തിൽ അവൻ്റേതായ ഒരു ഗലീലിയുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കർത്താവിൻ്റെ വിളി അനുഭവവേദ്യമായ സമയമാണത്. ഗലീലയിൽ വെച്ചാണല്ലോ ഈശോ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചത്. നമ്മെ വിളിച്ച കർത്താവിൻ്റെ നോട്ടമറിഞ്ഞ സ്ഥലമാണ് ഗലീലി. ആ ഗലീലിലേക്ക് തിരിച്ചു പോവുക. കർദിനാളന്മാരോട് പറയുകയാണ്, അവരെ ദൈവം വൈദികരാകാൻ വിളിച്ച ആ വിളിയുടെ ആ നിമിഷമുണ്ടല്ലോ, അത് നമ്മുടെ ഗലീലിയാണ്. അന്ന് ശിഷ്യന്മാരെ വിളിച്ച ഗലീലി നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭ നിമിഷത്തിലേക്ക്, വിളിയുടെ ആരംഭത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ക്ഷണമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമെന്ന് പരിശുദ്ധ പിതാവ് അവരെ ഓർമ്മിപ്പിച്ചു. നാം അവിടുന്ന് ചൂണ്ടിക്കാട്ടിയ ഗലീലി കുന്നിലേക്ക് പോയാൽ ഒരു പുതിയ അതിശയം നമുക്ക് അനുഭവവേദ്യമാകും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അനുഭവവേദ്യം. ഈ സമയത്ത് രക്ഷാകര പദ്ധതിയിൽ മാത്രമല്ല നമ്മൾ അത്ഭുതപ്പെടുന്നത്, അതിലുപരി തൻ്റെ പദ്ധതിയിൽ പങ്കുകാരനാകാൻ ദൈവം വിളിക്കുന്നു എന്ന വസ്തുതയിലുമാണ് നാം അതിശയം കൊള്ളുന്നത്. നമ്മളെ വിളിച്ചല്ലോ, ബലഹീനരായ നമ്മളെ വിളിച്ചല്ലോ എന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്ഥിതനായ ക്രിസ്തുവിനോടൊപ്പമുള്ള അപ്പസ്തോലന്മാരുടെ പ്രേക്ഷിത ദൗത്യമാണ് കാണുന്നത്. ഉത്ഥിതൻ നൽകിയ പ്രേക്ഷിത ദൗത്യമാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കർത്താവ് വിളിക്കുന്നു. നമുക്കും എല്ലാ വ്യക്തികൾക്കും, എല്ലാ ക്രിസ്ത്യാനികൾക്കും നടക്കേണ്ട കാര്യമാണ് നമ്മുടെ പഴയ ആ വിളിയുടെ ആരംഭത്തിലേക്ക് കടന്നു പോകുക. വൈദികർക്ക് മാത്രമല്ല, സന്യസ്തർക്ക് മാത്രമല്ല, പുത്രന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. നമ്മളെ ദൈവം വിളിച്ച, നമ്മളെ ക്രിസ്ത്യാനിയാക്കിയ, നമുക്ക് മാമോദിസ നൽകിയ, തൻ്റെ ജീവൻ നൽകിയ അവിടുത്തെ കണ്ടുമുട്ടൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഇവിടെയാണ്. 11 ശിഷ്യന്മാർ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന വികാരം തീർച്ചയായും നമുക്കിപ്പോൾ ചിന്തിച്ച് കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. എന്താണ് കർത്താവ് പറയുന്നത് അവരോട്? പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാണ് പ്രേക്ഷിത ദൗത്യം കർത്താവ് നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 19-20 വചനങ്ങളിലാണ്. തുടർന്ന് നമ്മെ പ്രചോദിപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം ഇതാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. പ്രത്യാശയെന്ന ഒരു വലിയ വാഗ്ദാനമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതെന്താണ്? യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 20-ാം തിരുവചനം അതാണ്. യുഗാന്തം വരെ. ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഉത്ഥിതനായ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾക്ക് 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ട ശക്തിയുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ്. ഛിന്നഭിന്നമായ ശിഷ്യന്മാരുടെ സംഘത്തിൽ തുടങ്ങി അവരിൽ ചിലർ, സുവിശേഷകൻ നമ്മോട് പറയുന്നത് പോലെ, അപ്പോഴും സംശയിച്ചിരുന്നു എന്നതാണ്. 17-ാം വാചകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അധ്യായത്തിൽ
മുഴുവൻ ലോകത്തെയും സുവിശേഷം അറിയിക്കാനുള്ള ആഴമളക്കാൻ കഴിയാത്ത ദൈവിക തീരുമാനത്തിൽ നാം തുടർന്നും അതിശയിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നാം അതേക്കുറിച്ച് ചിന്തിച്ചാൽ, മാർപ്പാപ്പ പറയുകയാണ്, സ്വയം നമ്മിലേക്ക് നോക്കിയാൽ നമുക്കൊട്ടും അതിശയം കൂറാതിരിക്കാനാവില്ല. നമ്മളും അതിശയപ്പെടും എന്ന് പറയുകയാണ്. എന്നാൽ കർത്താവ് അതേ വാക്കുകൾ നമ്മോടും സംസാരിച്ചിരിക്കുന്നു. അന്ന് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് കുർബാനയിൽ ഈ സുവിശേഷത്തിൽ നമ്മോടും പറഞ്ഞിരിക്കുന്നത്. അതേ കൽപ്പന തന്നിരിക്കുന്നു. ഒരു കൂട്ടായ്മയായി, ഒരു കോളേജായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. കർദിനാൾ സംഘത്തോടെ പാപ്പ പറയുകയാണ്, സഹോദരീ സഹോദരന്മാരെ, ഇത്തരം അത്ഭുതമാണ് രക്ഷയിലേക്കുള്ള വഴി. അത്ഭുതപ്പെടാൻ നമുക്ക് കഴിയണം. നഷ്ടപ്പെട്ടാൽ, അതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിശേഷണം അത്ഭുതം കൂറാനുള്ള കഴിവാണ്. എല്ലാം അത്ഭുതത്തോടെ അവരെ കാണുന്നു എന്നതാണ്. ദൈവം ഇത് നമ്മളിൽ സദാ സജീവമാക്കി വയ്ക്കട്ടെ എന്ന് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. നമുക്ക് കാര്യങ്ങൾ നടത്താനാകും, നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന പ്രലോഭനത്തിൽ നിന്നും ഇത് നമ്മെ സ്വതന്ത്രരാക്കും. അത്യുന്നത കർദിനാളന്മാരെന്നൊക്കെയാണ് പറയുന്നത്, അതിശ്രേഷ്ഠർ എന്നൊക്കെയാണ് ജനം അവരെ വിളിക്കുന്നത്. പക്ഷെ അതല്ല പ്രധാനം. മാർപ്പാപ്പ പറയുകയാണ്, അതൊരു വലിയ പ്രലോഭനം നമുക്ക് തരുന്ന കാര്യമാണ്. ഇന്ന് ചില കാര്യങ്ങൾ വ്യത്യസ്തമാണ്, അന്നത്തെ പോലെ അല്ല എന്ന് ചിലപ്പം നമ്മൾ ചിന്തിച്ചേക്കാം. ഇത് എന്ന തെറ്റായ സുരക്ഷിതത്വത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇന്ന് സഭ വലുതാണ്, അന്നത്തെ പോലെ അന്ന് ചെറുതാണ്, ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഉറച്ചതാണ്. അതിൻ്റെ ശ്രേണിയിൽ നാം ശ്രേഷ്ഠമായ സ്ഥാനം വഹിക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ പ്രലോഭിതരാകരുത് എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. തീർച്ചയായും അവർ നമ്മെ അതിശ്രേഷ്ഠർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. മാർപ്പാപ്പ സമ്മതിച്ചു. ഇതിൽ അല്പം സത്യമുണ്ട്, അല്പമുള്ളതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരുപാട് വഞ്ചനയുണ്ട് അതിൽ. വഞ്ചനയുടെ പിതാവ് എപ്പോഴും ക്രിസ്തുവിൻ്റെ അനുയായികളെയാണ് ആദ്യം ലൗകികീകരിക്കാൻ നോക്കുക എന്ന് മാർപ്പാപ്പ പറയുക. പ്രത്യേകിച്ച് കർദിനാളന്മാരെ, മെത്രാന്മാരെ, വൈദികരെയൊക്കെയാണ് കൂടുതൽ പ്രലോഭിപ്പിക്കുന്നത്. പിന്നെ നിരുപദ്രവകാരികളാക്കാനും അവരിടയാക്കും. ഇത് ലൗകിക പ്രലോഭനത്തിലേക്ക് നിങ്ങളെ നയിക്കാം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പടിപടിയായി നിങ്ങളുടെ ശക്തി എടുത്തു കളയാം, നിങ്ങളുടെ പ്രത്യാശ കവർന്നെടുക്കാം. നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയും നിങ്ങളെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈശോയുടെ നോട്ടത്തിൽ നിന്നും നിങ്ങളെ തടയാം. ഇതേപ്പറ്റി മാർപ്പാപ്പ പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മീയ ലൗകികതയുടെ അവസ്ഥയാണിത്. അതിൻ്റെ വിത്തുകൾ പാകാനിടയുണ്ട്. അതുകൊണ്ട് കർദിനാളന്മാരായ നിങ്ങൾ ശ്രേഷ്ഠരായി ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ അത്ഭുതത്തോടെ ഇതിനെ അതിജീവിക്കാൻ പ്രാപ്തരാകണം, ശ്രദ്ധിക്കണമെന്ന ചിന്തയാണ് മാർപ്പാപ്പ പറയുന്നത്. ഇന്ന് യഥാർത്ഥമായും ദൈവവചനം നമ്മിൽ സഭയായിരിക്കുന്നതിൻ്റെ അത്ഭുതമുണർത്തുന്നു എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ആദ്യത്തെ ജ്ഞാനസ്നാന അതിശയത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നും മാർപ്പാപ്പ അവരോട് പറഞ്ഞു. അതാണ് വിശ്വാസികളുടെ സമൂഹത്തെ ആകർഷകമാക്കുന്നത്. ആദ്യം നമ്മളോട് തന്നെയും തുടർന്ന് മറ്റുള്ളവരോടും കർത്താവിൽ അനുഗ്രഹീതരെന്ന ക്രിസ്തുവിനോടൊപ്പം ലോകത്തിലേക്ക് പോവുക എന്ന നമ്മുടെ ഇരട്ട രഹസ്യം വർഷങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് ഈ അതിശയം കുറയുന്നില്ല, കൂടണം. സഭയിൽ നമുക്കുണ്ടാകുന്ന വർദ്ധിത ഉത്തരവാദിത്വം അനുസരിച്ച് കർദിനാളന്മാർക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അത് ക്ഷീണിതമാകരുത്. ദൈവത്തിനു നന്ദി, അത് ശക്തവും ആഴമേറിയതുമായി വളരണം എന്നതാണ് മാർപ്പാപ്പയുടെ ആശംസ. പ്രിയ സഹോദരന്മാരെ, കർദിനാളന്മാരുടെ സമൂഹത്തിൽ ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കാര്യത്തിലും ആണെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അതാണ് ഉണ്ടാകേണ്ടത്. ഈ കൃതജ്ഞതാബോധം നമ്മളെല്ലാവരും
ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് എന്ന കാര്യം മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാനസ്നാനമാണ്. അവിടെയാണ് എല്ലാവരും, അൽമായരും വൈദികരും മെത്രാന്മാരും സമർപ്പിതരും കർദിനാളന്മാരും എല്ലാം പങ്കുചേരുന്നത് അവിടെയാണ്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ അനുഭവിക്കുന്ന വേദി എന്നത് മറക്കരുത്. സഭയോടുള്ള ഈ സ്നേഹം നമ്മളിലേക്ക് പകർന്നു തന്ന വിശുദ്ധ പോൾ ആറാമനെ മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. സഭയെപ്പറ്റി എഴുതിയ ഒരു മനോഹരമായ ചാക്രിയ ലേഖനം അദ്ദേഹത്തിൻ്റെതുണ്ട്. അത് എക്ലേസിയാം സുവാം എന്ന് പറയുന്ന ചാക്രിയ ലേഖനമാണ്. അതിൻ്റെ അടിസ്ഥാനമായി സഭയോടുള്ള സ്നേഹമാണ് എടുത്തു കാട്ടുന്നത് മാർപ്പാപ്പ. ഈ നിഗൂഢതയിൽ കൃതജ്ഞതാനിർഭരമായ അതിശയം കൂറലാണ് ഈ സഭയിൽ അംഗങ്ങളാവുക എന്ന ദാനത്തിൽ മാത്രമല്ല, ആ ജീവിതത്തിൽ ആയിരിക്കുന്നതിൽ, പങ്കുവയ്ക്കുന്നതിൽ, അവർക്ക് വേണ്ടി കൂട്ടായി ഉത്തരവാദിത്വം വഹിക്കുന്നതിൽ. കൗൺസിൽ കാലത്ത് അദ്ദേഹം എഴുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനമായ എക്ലേസിയാം സുവാം, അതിൻ്റെ തുടക്കത്തിൽ മാർപ്പാപ്പയുടെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത ഇതാണ്: സഭയ്ക്ക് അവളുടെ തിരിച്ചറിയലിനെക്കുറിച്ച് ആഴമേറിയ അവബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവളുടെ ഉത്ഭവം, പ്രേക്ഷിത ദൗത്യം എന്നിവയെക്കുറിച്ച്. ഇത്തരണത്തിൽ എഫേസുകാർക്കുള്ള കത്ത് സ്പഷ്ടമായി അദ്ദേഹം പരാമർശിച്ചു. ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം സഭയിലൂടെ എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുള്ള വരമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മാർപ്പാപ്പ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്: പ്രിയ സഹോദരീ സഹോദരന്മാരെ, സഭയിലെ പ്രേക്ഷിതനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവ പദ്ധതിക്ക് മുന്നിൽ അതിശയം കൂറുന്നവൻ, ആ ചൈതന്യത്തിൽ സഭയെ തീവ്രമായി സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവിൽ എവിടേക്കാണോ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ ശുശ്രൂഷയ്ക്കായി നിലകൊള്ളുകയും ചെയ്യുന്ന ആൾ ആയിരിക്കുക എന്നതാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ കാര്യവും ഇങ്ങനെ ആയിരുന്നുവെന്ന് നാം അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ കാണുന്നുണ്ടല്ലോ. തൻ്റെ അപ്പസ്തോലിക ഉത്സാഹവും സമൂഹത്തിന് വേണ്ടിയുള്ള ഉത്കണ്ഠയും എപ്പോഴും അത്ഭുതവും കൃതജ്ഞതയും നിറഞ്ഞ അനുഗ്രഹ വാക്കുകൾ ഒന്നുകിൽ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്ന വാക്കാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. അത്ഭുതങ്ങളാൽ നിറഞ്ഞവ ആണ് ഈ വാക്കുകൾ. ഇതാണ് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതം അളക്കുന്ന താപമാപിനി, തെർമോമീറ്റർ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഞാൻ ഈ ചോദ്യം ഒരിക്കൽ കൂടി എല്ലാവരോടുമായി ആവർത്തിക്കുകയാണ്: അതിശയം കൂറാനുള്ള നമ്മുടെ ശേഷി എങ്ങനെയുണ്ട്? നാം ഇതിനോട് ശീലം വെച്ചവരായോ അതോ അത് നഷ്ടപ്പെട്ടത് ശീലിച്ചവരായോ? എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു അത്ഭുതവും ഇല്ല, അതിശയം ഇല്ലാതെ നീങ്ങുന്നവരായി തീർന്നോ, മന്ദീഭവിച്ചവരായി തീർന്നോ എന്നതാണ് ചോദ്യം. ഒരിക്കൽ കൂടി അതിശയം കൂറാൻ നമുക്ക് ശേഷിയുണ്ടോ എന്ന ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് തൻ്റെ ഈ സന്ദേശം ഉപസംഹരിച്ചു. അത്ഭുതം കൂടാനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ അതിശയപ്പെടാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്, ആത്മശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് കർദിനാളന്മാരോടുള്ള തൻ്റെ പ്രസംഗം പാപ്പ ഫ്രാൻസിസ് പാപ്പ അവസാനിപ്പിച്ചത്. നമുക്കും അത് ബാധകമാണ്. കർദിനാളന്മാർക്ക് മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ പാപ്പ ഈ സന്ദേശം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.